ഏതായാലും നവീൻ ബാബുവിന്റെ കേസിൽ ഒരു തീരുമാനമായി. നമ്മളൊക്കെ പ്രതീക്ഷിച്ച തീരുമാനമാണ്. കേരള പോലീസ് അന്വേഷിച്ചാൽ എത്രത്തോളം പോകും എന്ന് നമുക്കറിയാം. അവസാനം പി ദിവ്യ ഒരു വലിയ ഘാതകയായി, ഏറ്റവും ഒറ്റ കുറ്റക്കാരിയെ ഒറ്റ പ്രതിയായി കുറ്റപത്രത്തിൽ ഓർമ്മിച്ചിരിക്കുന്നു. പി ദിവ്യ പറഞ്ഞതുകൊണ്ട് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ വാദം. അതിനുള്ള തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. പി ദിവ്യ തന്നെ അത് എടുത്ത് ക്ഷണിക്കാത്ത യോഗത്തിൽ വന്ന് അത് വീഡിയോ എടുത്ത് അവർ തന്നെ ആളുകൾക്ക് കൊടുത്ത് ചാനലുകൾക്ക് കൊടുത്ത് പ്രചരിപ്പിച്ചു എന്നൊക്കെ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകളുണ്ട്. അത് നിൽക്കട്ടെ, അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ചോദ്യം പി ദിവ്യ മാത്രമാണോ ഇതിലെ പ്രതി എന്നുള്ളതാണ്. നിരവധി ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും ആദ്യം ചോദ്യം, നമ്മൾ മുമ്പേ ചോദിക്കുന്ന ഒരു ചോദ്യം, ആത്മഹത്യ ചെയ്യായിരുന്നുവെങ്കിൽ നവീൻ ബാബു ഏറ്റവും ചുരുങ്ങിയത് തൻ്റെ കുടുംബത്തെ വിളിച്ച് ഞാൻ ഈ ട്രെയിനിൽ വരുന്നില്ല എന്ന് പറയുമായിരുന്നു. 4 മണിക്ക് ഭാര്യയും 2 പെൺമക്കളും റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു നിൽക്കുന്നത് നവീൻ ബാബുവിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ വാതിൽ തുറന്നു കിടന്നിരുന്ന കാര്യം ഒക്കെ ഉണ്ട്. ആരെങ്കിലും വാതിൽ തുറന്നിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. മൂന്നാമത്തെ പ്രധാന പ്രശ്നം പ്രശാന്തൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. എന്തായിരുന്നു ഇത് വന്ന കാലത്ത് പറഞ്ഞിരുന്ന കാര്യം? നവീൻ ബാബു കൊടിയ അഴിമതിക്കാരനാണ്. നവീൻ ബാബുവിനെതിരെ നിരവധി പരാതികളുണ്ട്. പ്രശാന്തന് പെട്രോൾ പമ്പ് കിട്ടുന്നതിന് നവീൻ ബാബു പണം മേടിച്ചു. പ്രശാന്തൻ അതിനെതിരെ പരാതി കൊടുത്തു. ഒരു പരാതി ദിവ്യക്ക് കൊടുത്തു എന്ന് പറയുന്നത് നമുക്കറിയാം, ദിവ്യക്കാണോ പരാതി കൊടുക്കേണ്ടതെന്ന്. മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രശാന്തന്റെ പേരും ഒപ്പൊക്കെ വേറെയാണ്. അപ്പൊ ആരാ പരാതി ഉണ്ടാക്കിയത്? ദിവ്യക്ക് വേണ്ടി ആ പരാതി ദിവ്യ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ പ്രശാന്തന് ഇതിൽ എന്താ റോള്? അപ്പൊ ഗൂഢാലോചന ദിവ്യ നടത്തിയതാണോ അല്ലെങ്കിൽ ദിവ്യ ഉൾപ്പെടുന്ന ഒരു ടീം നടത്തിയതാണോ? എങ്ങനെയാണ് ഈ കത്ത് വന്നത്? എങ്ങനെയാണ് ഈ പരാതി വന്നത്? എങ്ങനെയാണ് പ്രശാന്തന്റെ പരാതി വന്നത്, കള്ളൊപ്പിട്ട് വന്നത്? ആരാ അത് ഉണ്ടാക്കിയത്? ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു? ഇല്ല. പ്രശാന്തൻ അവിടുന്ന് പണം കിട്ടി, ആ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ പ്രശാന്തൻ ഒരു പ്രതിയല്ല. പ്രശാന്തൻ സാക്ഷിയാണോ എന്ന് എനിക്കറിയില്ല. പ്രശാന്തൻ എന്തായാലും പ്രതിയല്ല. അപ്പോ പ്രശാന്തന്റെ പരാതി കേട്ട് ദിവ്യ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയും പരിശോധിക്കാതെ പറയുന്ന ഒരാളാണോ ദിവ്യ? പ്രശാന്തന്റെ പരാതിയിൽ എങ്ങനെ പെട്ടെന്ന് പ്രശാന്തം വന്ന് പരാതി പറഞ്ഞു ഉടനെ ദിവ്യ ഇത് പറഞ്ഞു പറയാനോ? അപ്പൊ ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും സാധ്യത താല്പര്യങ്ങളുണ്ടോ? ദിവ്യക്ക് ഈ നവീൻ ബാബുവുമായി ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ടോ? അതോ ഈ ഒരൊറ്റ വിഷയത്തിലാണോ? അങ്ങനെയുണ്ടെങ്കിൽ അത് ഏത് മാഫിയയും ബന്ധപ്പെട്ടതാണ്. അവിടെ നിരവധി മാഫിയകൾ കണ്ണൂരിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഒരു രഹസ്യമൊന്നുമല്ല. അപ്പോൾ ഇതിൽ യഥാർത്ഥ പ്രതികളിലേക്ക് പോയാൽ ഈ മാഫിയകളുടെ കണ്ണികൾ എവിടെയെങ്കിലും ചെന്ന് തൊടും. ഈ മാഫിയകൾ അവിടുത്തെ CPM-നെ സംരക്ഷിക്കുന്ന മാഫിയകളാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ഒഴിവാക്കാനാണ് ഈ പരിപാടി ചെയ്തത്. ദിവ്യയെ മാത്രം പ്രതിയാക്കും. ഇത് കൊലപാതകമാണോ എന്ന സംശയം വേറെയുണ്ട്. എന്തുകൊണ്ട് ബന്ധുക്കൾ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇൻക്വസ്റ്റ് നടത്തി, ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അതിനെക്കുറിച്ച് വല്ലതും ഉണ്ടോ? പോലീസിന് എന്തെങ്കിലും തെറ്റ് പറ്റിയോ? ആർക്കും ഒരു തെറ്റുമില്ല. ഇതിലിപ്പോൾ എന്താ സംഭവിക്കാൻ പോണേ? ഈ കേസ് കോടതി ചെന്നാൽ പുഷ്പം പോലെ ദിവ്യ രക്ഷപ്പെടും. കാരണം ആത്മഹത്യാ പ്രേരണ തെളിയിക്കുന്നത് നമ്മുടെ നാട്ടിൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ നവീൻ ബാബുവിനോട് ദിവ്യക്ക് ദേഷ്യം വരാൻ എന്താണ് കാരണം? ഈ ഒരു ചെറിയ കാരണമാണ്. ഒരു പെട്രോൾ പമ്പ് അവർ പറഞ്ഞിട്ട് അനുവദിച്ചില്ല, പ്രശാന്ത് പറഞ്ഞിട്ട് പ്രശാന്തിന് അനുവദിച്ചു എന്നുള്ളതാണ്. അതാണ് ഒരാൾ അത്രയും ക്രൂരമായി സംസാരിക്കാനും അത് ആത്മഹത്യയിലേക്ക് നയിക്കാനും ഒക്കെ കാരണം. ഈ കാരണം ദുർബലമാണ് എന്ന് തന്നെയാണ്. മാത്രമല്ല നവീൻ ബാബു വളരെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇങ്ങനെ ഒരു ദിവ്യയുടെ ഒരു ചെറിയ പ്രസംഗം കേട്ടിട്ട് ആത്മഹത്യ ചെയ്യേണ്ട പണിയൊന്നും നവീൻ ബാബുവിനില്ല, ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹം എന്തെല്ലാം, അത് മാത്രമല്ല അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോവാണ്. ഇനി ഒരു വർഷം സർവീസുകളിൽ എന്തായാലും കണ്ണൂർക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല. എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമല്ല. അപ്പൊ അത് മാത്രമാണോ? അതുകൊണ്ട് തന്നെ ഇത് ആത്മഹത്യയാണോ എന്ന ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് പോയിട്ടില്ല. എല്ലാവരും രക്ഷിച്ചുകൊണ്ട് ദിവ്യ മാത്രം പ്രതിയാക്കി നിർത്തി ഈ കേസ് ദുർബലമാക്കുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് കുടുംബവും പറയുന്നത്. കുടുംബത്തിന്റെ നിലപാടും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ പോരാ, മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ഇത് മറ്റു പല കേസുകളിലെയും പോലെ പ്രതി രക്ഷപ്പെടുന്ന തരത്തിലുള്ള കേസുണ്ടാക്കുകയും വിചാരണയിൽ വളരെ എളുപ്പത്തിൽ ദിവ്യയ്ക്ക് രക്ഷപ്പെടാൻ കഴിയുകയും. കാരണം ദിവ്യയ്ക്ക് അനുകൂലമായി പാർട്ടിയുണ്ട്. ഇപ്പോഴും ദിവ്യയ്ക്ക് അനുകൂലമായി തന്നെയാണ് പാർട്ടി നിൽക്കുന്നത് എന്നാണ് ഈ തെളിവിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പത്തനംതിട്ടയിലെ പാർട്ടി ആദ്യം വലിയ വാചകമൊക്കെ അടിച്ചെങ്കിലും ഇപ്പൊ ഒന്നുമില്ല. പത്തനംതിട്ടയിലെ പാർട്ടിക്ക് ഒന്നും ഒരു അഭിപ്രായമില്ല. കാരണം പിണറായി വിജയൻ പറഞ്ഞാൽ പിന്നെ വേറെ
അഭിപ്രായം പറയാൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിക്ക് ഒന്നും കഴിയില്ല. നമ്മൾ വെറുതെ പറഞ്ഞിട്ട് എന്തായാലും. അപ്പൊ അതുകൊണ്ട് ദിവ്യയെ പ്രതിയാക്കി കേസ് ദുർബലമാക്കി ഒരു പ്രതിയുമില്ലാത്ത തരത്തിൽ ശിക്ഷിക്കപ്പെടാത്ത തരത്തിലേക്ക് ഈ കേസ് കൊണ്ടുപോവുകയാണ് ക്രൈംബ്രാഞ്ച് ചെയ്തത്. ഇത് വഞ്ചനയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിന് കേരള ഭരണകൂടം മറുപടി പറയേണ്ടി വരും ജനങ്ങളോട്.